പപ്പ വരുന്നേ നോക്കി നോക്കി ഇരിപ്പ. ഒരാളിങ്ങനെ, ഒരാൾ കാലാവസ്ഥയൊക്കെ മാറും, മഴയൊക്കെ പെയ്യൂല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് അന്തിച്ച് നിൽക്കുന്ന വേറൊരാൾ. ഇപ്പോൾ പുറത്ത് പെട്ടെന്ന് കാലാവസ്ഥാ വ്യതിയാനം മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അവനത് കാര്യം പിടുത്തം കിട്ടി, അതുകൊണ്ട് അവൻ ഇങ്ങനെ പമ്മി നിൽക്കുക. കൊച്ചിക്ക് പോരെ, ഇങ്ങോട്ട് പോരെ, കം 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 കം, നീ വന്നേ. ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ പോയി കിടക്കാൻ പോവാണ്. അവിടെ കിടന്നു. അവളങ്ങനെ മനെ ചച്ചു പപ്പയെ നോക്കുക. പുറത്ത് പോകണോ? പുറത്ത് പോകണമെന്ന് നോക്കിയാലേ നോക്കുള്ളൂ. കണ്ടോ പിന്നെ ആകാംക്ഷയായിട്ടാണ് നോക്കുന്നതെന്ന് ചോദിക്കാൻ. വന്നടി ഞാന് ബാ ഒത്തുപ്പാ. പിന്നെ പോവാട്ടോ. ഈ വെയിലത്ത് പോയാലേ കരിഞ്ഞു പോവും, അതുകൊണ്ടാ കേട്ടാ. ഇടി അമ്മായിയമ്മേ, പുറത്തു പോകാനാണോ നീ എന്നെ ഭീഷണിപ്പെടുത്തുന്നേ? പൊത്തു പോവാനാ? ഓ, അന്നേരത്തേനും ചേട്ടായും വന്നോ? എന്നെ പ്രശ്നം? കുഞ്ഞിപ്പെണ്ണേ, ഇല്ല കള്ളച്ചെറുക്ക, ഇല്ല മക്കണ്ടി. ഓ ഉണ്ടോ? ഒന്ന് ചൊറിഞ്ഞ പിന്നെ അങ്ങ് ചൊറിഞ്ഞോണ്ടിരുന്നോണം. അതാണ് അവൻ്റെ ഒരു പോളിസി. പിന്നെ വാലയൊക്കെ അടിച്ച് തിന്നോളും. കണ്ടോ? നമുക്ക് പോയാലോ? പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇടിമുടക്കം ഒക്കെ ആവും. പിന്നെ കൊച്ചു പോകാനും പറ്റത്തില്ലാണ്ട് വരും. പാ ഒരു വെയില. കിന്നാരം പറയാൻ വന്നേക്കുന്നു. എടാ നീയാണ് കിന്നാടത്തുമ്പിയാ. നീ വന്നേ പാടാ. നീ നോക്കിക്കേ, എന്തിയാ കൊച്ചിൻ്റെ ലീഷ് എന്തിയേ? നീ നോക്കിയേ. ബൈക്കും കാണിച്ചോണ്ട് നിൽക്കും അവൻ. നാണോ ഇല്ലല്ലോ. ഇവിടെ തരാ കൊച്ചിൻ്റെ ലീഷ് എന്തിയേ? ഇങ്ങെടുത്തേ. എവിടെയാ ലീഷ്? അവിടെ ഇല്ലല്ലോ. എവിടെയാ ലീഷ്? അവിടെ പോകണ്ട. എവിടെയെന്ന് എനിക്കറിയാം. ലീഷ് എന്തിയേ? ലീഷ് എന്തിയേടാ? എന്തി കൊച്ചിൻ്റെ ലീഷ്? എനിക്കറിയത്തില്ലേ? പിന്നെ എനിക്കാണ് അറിയാവുന്നേ. എന്താടാ പൊന്നാര്? പിന്നെ നമ്മുടെ ലൂക്കോച്ചനൊക്കെ എടുത്തോണ്ട് വരാൻ പറഞ്ഞ എടുത്തോണ്ട് വരും. നിനക്കറിയാവോ? നീ പോയി എടുത്തോണ്ട് വന്നേ. ഇരിക്കുന്നു സെറ്റ് ചെയ്യല്ലേ നിന്റെ ലീഷ്. ഇപ്പോൾ എടുത്തേ. വേറെ പണിയില്ല. അവനറിയത്തില്ല കേട്ടോ. ഇതൊന്നും ഞാൻ പഠിപ്പിച്ചിട്ടേ ഇല്ല. പിന്നെ എങ്ങനെ അവനറിയാവുന്നേ? പാവം ഗുണ്ടു. പപ്പ വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഇനിയിപ്പോൾ വരത്തില്ല പപ്പ കേട്ടോ. ഓ, ചിന്തിച്ചുള്ള നിൽപ്പുണ്ടോ? എന്തായാലും പുറത്തുണ്ടാവുമ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലേ മൂടലായിട്ട് പതിയെ അങ്ങ് തുടങ്ങും. അന്നേരം പിന്നെ അവന് കൊണ്ടുപോക്ക് നടക്കത്തില്ല. അവൻ വരത്തുമില്ല. അപ്പോൾ പിന്നെ അത് പാവം എന്നെ ചെയ്യും. യോ, അത് പൊളിക്കും. സന്തോഷം കൊണ്ട് ഓട്ടാ. ഇനി കുറച്ച് നേരം ചുറ്റിപ്പറ്റി
എടാ അങ്ങോട്ടല്ലടാ. അയ്യോ അയ്യോ അയ്യോ. മമ്മിയെ ഈ ഫോണൊന്ന് ഓഫാക്കി വെച്ചിട്ട് വരാം കേട്ടോ. ശരിയാവും. ആട്ടെ എൻ്റെ അമ്മോ, രണ്ടൂടെ എന്നെ കൊല്ലും. ആട്ടെ ആട്ടെ. അയ്യോ, ഞാൻ ഇടാൻ സമ്മതിക്കുന്നീയ. ഓരോരോ അഭ്യാസങ്ങളെ. അമ്മേ, ഞാൻ ചത്തു. ഇനി നിന്ന ഇവരെന്നെ കൊലാക്കല് ചെയ്യും. പാപ്പയേക്കാം. നടന്നു വന്നിട്ട് വന്നു കഴിഞ്ഞപ്പോ ദാ അണച്ച് കിടക്കുന്നുണ്ടോ. ഇത്തിരി വെള്ളം പോയി കുടിച്ചേ മോനെ. ആ പാത്രത്തിൽ അത്രയും വെള്ളം വെച്ചിട്ടില്ലേ, പോയി കുടിച്ചേ. ചെല്ല. ഈ ടർക്കിയാ, ഇതവരെ കുളിപ്പിക്കുന്ന ടർക്കിയാണേ. അവന് ഏതാണ്ട് മണ്ണയിലൊക്കെ മൂക്കുത്തിയെ, അവൻ്റെ നാക്കേലും കുഞ്ഞു മൂക്കയിലൊക്കെ മണ്ണ് കിറിയയിലൊക്കെ അവനത് നക്കി തിന്നും ചിലപ്പം. കണ്ടോ, അവിടെ നിൽക്കട. പിന്നെ കടിച്ചല്ലേ ഇവിടം വരെയും കടിക്കുന്നീ. ഇതുണ്ട് ഇറുമുന്നുണ്ടോ കുരിപ്പ്. അവിടെ നിൽക്കടാ. ചിച്ചിയല്ലേ ചുച്ചി കളഞ്ഞേ. അവൻ്റെ ഹരിശം കണ്ടോ. ആ മൂക്കേ മമ്മി വെള്ളം തരാം. വന്നേ 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 വന്നേ. ഓടിയാ ദാ വെള്ളം. മമ്മി രാവിലെ വെള്ളം എടുത്ത് വെച്ചിട്ട് വന്നേ. ഇവിടെ പോടും എന്നടി. വെള്ളം കുടിക്ക. കുടിച്ച വെള്ളം പോണു. എനിക്കൊന്നും വേണ്ടെന്നും പറഞ്ഞോണ്ട്. അമ്മേ മതി. വേണ്ട വേണ്ട. ഞാനേ ഒരു ചേച്ചി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തിറങ്ങി കേട്ടോ. അന്നേരം മണ്ടയിലിരുന്ന രണ്ടുപേരും താഴെ വന്ന് കാവലിരുന്ന ഞാൻ എങ്ങോട്ടാ പോയെന്നറിയാനായിട്ട്. അല്ലേ? ഞാൻ ഇട്ടച്ച് പോവോ? പോടി പോടി. അമ്മയുടെ പൊന്നാരെ ഇവിടെ വടക്കള്ള. അയ്യോ, നീ പോയ നിന്നെ ഞാൻ വിടുവോ? ഇല്ല. അവളിതൊന്നും അറിയുന്നില്ല കേട്ടോ. അല്ലേ? അപ്പോൾ ഇന്നത്തെ അവരുടെ കലാപ പരിപാടികൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ചുമ്മാ പണിയൊക്കെ കഴിഞ്ഞിരുന്നപ്പോൾ എടുത്താൽ കേട്ടോ. അപ്പം എനിക്ക് എൻ്റെ പണി നടക്കുമല്ലോ. അപ്പം ഇനിയിപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.